ഹലോ ഗൈസ്, എല്ലാവർക്കും വിബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയല്ല, ഒരു കഴുകനെ പോലത്തെ ഒരു വണ്ടിയാണെന്ന് വേണം പറയാം. ആ ഒരു ഐറ്റമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. TVSൻ്റെ ഒരു സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ കൂടെ ഉള്ളത്. RTR 310 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ ഒരു എനിക്ക് ഓടിച്ചപ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വെച്ചാൽ, ഓടിച്ചപ്പോഴുള്ള സാധനം നമ്മളെ കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നൊരു അത്രയ്ക്കും ഒരു ഫൺ ആൻഡ് ത്രില്ല് തരുന്ന ഒരു വാഹനമാണ് ഈ ഒരു RR 310 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് RR 310ൻ്റെ ബേസ് മോഡലാണ്. അപ്പം ഈ ഒരു മോഡലിൽ യെല്ലോ കളറുള്ള ഒരു മോഡൽ ഒരു വണ്ടിയാണ് നമുക്ക് ഇന്ന് ടെസ്റ്റ് ഡ്രൈവാൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഈ ഒരു വാഹനം നമുക്ക് തന്നിരിക്കുന്ന ടോപ്പ് അവൻസ് ആലപ്പുഴയാണ്. അപ്പം ഇവർ ടോപ്പ് അവൻസ് ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. നവംബർ 1 തൊട്ട് ഫെബ്രുവരി മിഡ് വരെയാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ വാഹനം, അതായത് RTR 160 തൊട്ട് മേലോട്ട് ഈ RR 310 വരെയുള്ള വാഹനങ്ങൾ എടുക്കുന്ന ഒരു 10 പേർക്ക് പട്ടായ പോകാനുള്ള ഒരു അവസരം കൂടി, ഒരു ഓഫറും കൂടി ടോപ്പ് അവൻസ് ഇത് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ അത് ശ്രദ്ധിച്ചെടുക്കുക. ടോപ്പ് അവൻ TVS തന്നെ വാഹനം എടുക്കാൻ ശ്രദ്ധിക്കുക. വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഈ ഒരു ഭാഗം മാത്രമാണ് ടീസറായിട്ട് നമ്മുടെ TVS പുറത്തുവിട്ടിരുന്നത്. അപ്പം ഒരുപാട് കോൺട്രവേഴ്ഷൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേറൊരു വാഹനത്തിൻ്റെ സാമ്യമായി ഉണ്ടോ എന്നൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഒരിക്കലും ആ ഒരു മാച്ചിങ് ഇല്ല. കാരണം വളരെ വലിയൊരു ഹെഡ് ലാമ്പും DRLൊക്കെ അടങ്ങിയ ഒരു യൂണിറ്റാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അവിടെ TVSൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് DRL ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ബൈക്കിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് പോർഷനാണ് TVS അണിയിച്ചിരിക്കുന്നത്. USD ഫോർക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിന്നെ ഈ ഒരു നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ, ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ഭാഗങ്ങൾ കണ്ടോ, അത് അങ്ങോട്ട് കയറി വന്നിട്ട് അതിനെ ഒരു സ്പ്ലിറ്റായിട്ട് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ വളരെ മനോഹരമായിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മുടെ TVS അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പ്, ഈ ഡൈനാമിക് ഹെഡ് ലാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ സ്പീഡ് കൊടുക്കുന്നതനുസരിച്ച്, നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു പവർ കൂടുന്നതാണ്. ആ ഒരു പ്രത്യേകതയും കൂടെ ഈ ഒരു ഡൈനാമിക് ഹെഡ് ലാമ്പിനുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫ്രെയിമാണ് പെട്ടെന്ന് നമ്മളെ കണ്ണ് ഓടിച്ചെത്തുക. അത് ഷാസി എന്ന് വിളിക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഫ്രെയിമാണ്. പിന്നെ ഇവിടുന്ന് ഒരു അലൂമിനിയം പാർട്സ് കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് സൈഡ് പ്രൊഫൈലൊക്കെ, കാരണം ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഈ ഒരു രീതിയിലൊരു സൂപ്പർ ബൈക്ക് രീതിയിൽ ഒരു വാഹനം നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടും, ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കുത്തി നിറച്ചിട്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാഹനം വിൽക്കാൻ പറ്റുന്നത് എനിക്ക് ആ ഒരു ഇന്ത്യൻ വാഹനം ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാഹനം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിൽ നോക്കുമ്പോൾ എനിക്ക് കുറച്ച്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, കുറച്ചൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു നമ്പർ പ്ലേറ്റൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ബോർ ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇവിടെയാണ് നമ്മൾ സ്ട്രീറ്റ് ബൈക്കിലൊക്കെ സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ അത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ബാക്കൊക്കെ കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് കിട്ടിയേനെ. എന്നാലും കുഴപ്പമില്ല. ടയർ ഹഗറിൽ തന്നെയാണ് ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഫോർവേഡിൽ നമ്മൾ കണ്ട ഇൻഡിക്കേറ്റേഴ്സ് തന്നെ ഇവിടെ ബാക്കിലും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈൽ ലാമ്പൊക്കെ വളരെ ഒരു മികച്ചതായിട്ട് തോന്നുന്നു. ഒരു പുതിയ രീതിയിലുള്ളൊരു ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിലേക്ക് വരുമ്പോൾ റൈഡർ സീറ്റ് അത്യാവശ്യം കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു റൈഡിങ് പൊസിഷൻ അത് നമുക്ക് സമ്മാനിക്കും. കാരണം നമ്മൾ ടാങ്കുമായിട്ട് ചേർന്ന് നിന്ന് നമ്മുടെ ഹാൻഡിലൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ്. നമ്മുടെ ടാങ്കിനെ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പില്ലിയൻ സീറ്റ് കുഴപ്പമില്ല. എനിക്കൊന്ന് ലോങ് റൈഡൊക്കെ വളരെ ഒരു പ്രശ്നം നേരിടാം. പക്ഷേ സിംഗിൾ റൈഡിനൊക്കെ പറ്റിയൊരു റൈഡറിന് പറ്റിയ ഒരു സീറ്റാണ് TVS കൊടുത്തിരിക്കുന്നത്. ടാങ്ക് 11.5 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ഒരു ബൾക്കി ഫീലിംഗ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൾക്കി ഫീലിംഗ്, അതൊരു മസ്കുലർ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ടാങ്കൊക്കെ നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ രീതിയിലുള്ള ഒരു ടാങ്കൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 11.5 ലിറ്ററിൻ്റെ ടാങ്കാണ് വന്നിരിക്കുന്നതെങ്കിലും ഒരു വലിയൊരു ടാങ്കിൽ ആണല്ലോ നമ്മൾ ഇരിക്കുന്നതെന്ന് ഒരു ഫീൽ ഈ ഒരു വാഹനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്.
ഈ വാഹനത്തിൻ്റെ ടയർ വന്നിരിക്കുന്നത് മിച്ചലിൻ്റെയാണ്. ബാക്ക് ഫ്രണ്ട് 17 ഇഞ്ചിൻ്റെ മിച്ചലിൻ ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഓഫ് റോഡ് ടയറേഴ്സാണ് മിച്ചലിൻ്റെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ റൈഡിങ്ങിൻ്റെ നമ്മുടെ എബിലിറ്റിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കോർണറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ളൊരു ടയറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ടയറിന് മാത്രമായിട്ട് ഏകദേശം 36,000 രൂപയാണ് ഈ ടയറിന് മാത്രമായിട്ട് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ഈ ഒരു എഞ്ചിൻ TVSൻ്റെ ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത് റിവേഴ്സ് ഇൻക്ലൈൻ എഞ്ചിനാണ്. അതായത് ഏകദേശം ഈ ഒരു എഞ്ചിൻ ഒരു നമ്മുടെ ബാക്കിലോട്ട് ചരിഞ്ഞ രീതിയിലുള്ള ആണ് ഈ ഒരു എഞ്ചിൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് റിവേഴ്സ് ഇൻക്ലൈൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എഞ്ചിൻ നമ്മൾ RR 310 കണ്ട ഒരു എഞ്ചിൻ തന്നെയാണെങ്കിലും കുറേ കൂടി ട്യൂൺ ചെയ്ത് കുറേ കൂടി പവറും ടോർക്കും ഒക്കെ കൂട്ടിയാണ് ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. 310 ഏകദേശം 34 PS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് വെച്ചാൽ. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ RTR 310 വരുമ്പോൾ 35 PS ആണ്. ഇതിനകത്ത് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അലൂമിനിയം ഫോർജ്ഡ് പിസ്റ്റൻ്റെ പിസ്റ്റനാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു പിസ്റ്റൻ്റെ ഇതുകൊണ്ടാണ് 35 PS ഇതിൻ്റെ പവർ വരുന്നത്. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ക്രൂയിസ് കൺട്രോളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ക്രൂയിസ് കൺട്രോളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക ട്രാക്ഷൻ കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ചാണ് ഇവിടെ. പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്, പാസ് സ്വിച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള മാത്രം സ്വിച്ചേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗ്ലാസ് ഒക്കെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററാണ് ഈ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RR 310 വന്ന ആ ഒരു മീറ്റർ ക്ലസ്റ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താക്കോൽ ഈ ഒരു എൻജിൻ്റെ ടാങ്കിൻ്റെ ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഓണാക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളിൻ്റെയൊക്കെ സ്വിച്ച് കാണിക്കുന്നുണ്ട്, ABSൻ്റെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻസ്, ഫ്യൂവലിൻ്റെ വാണിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം ഇതിനകത്തുള്ളത് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിനകത്ത് നമുക്ക് സ്പീഡോമീറ്റർ, ഗിയർ ഇൻഡിക്കേഷൻ, പൊസിഷൻ, ആവറേജ് മൈലേജ്, ടെമ്പറേച്ചർ, റേഞ്ച്, എത്ര കിലോമീറ്റർ ഓടും, ഓഡോമീറ്റർ, അങ്ങനെ ഉള്ള ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കുത്തിയിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെനു എടുക്കുമ്പോൾ ഇപ്പം ഈ ഒരു വാഹനം നിൽക്കുന്നത് അർബൻ മോഡിലാണ്. അർബൻ മോഡ്, റൈഡ് മോഡ്, അങ്ങനെ റൈഡ് മോഡ് ഒരുപാടുണ്ട്. അർബൻ, റെയിൻ, സ്പോർട്ട്, ട്രാക്ക്, പിന്നെ സൂപ്പർ മോഡ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ മോഡ്. അപ്പം ഇത്രയും മോഡാണ്. ഈ ഒരു സൂപ്പർ മോഡ് എന്ന മോഡ് എനിക്ക് തോന്നുന്നു RR 310 നമുക്ക് കാണാൻ സാധിക്കത്തില്ല, RTR 310 കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ഓരോ മോഡിലും ഈ വാഹനം നമുക്ക് തരുന്ന പെർഫോമൻസ് വ്യത്യസ്തമാണ്. അർബൻ മോഡും റൈഡ് മോഡിലൊക്കെ നമുക്ക് ടോർക്ക് മാക്സിമം കുറച്ച് ഏകദേശം ഒരു 25 ഇതിലേക്ക് നമുക്ക് ടോർക്ക് ഡെലിവർ ആകത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മാക്സിമം സ്പീഡൊക്കെ എന്നൊക്കെ പറയുന്നത് സ്പീഡിൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ വാഹനം ഓടിച്ചു പോകാൻ സാധിക്കുന്നില്ല. വണ്ടി ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യാവും. പിന്നെ സ്പോർട്സും ട്രാക്കും അത് കുറച്ചുകൂടെ കൂടും. 35 PS വാഹനം എത്തും. പക്ഷേ സൂപ്പർ മോട്ടോർ വരുമ്പോൾ അത് ഏകദേശം 85 PS വാഹനം എത്തുന്നത്. അപ്പം സൂപ്പർ മോട്ടോർ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ABSനെയൊക്കെ കൺട്രോൾ ചെയ്ത് മാക്സിമം കൺട്രോൾ കുറച്ചിട്ടാണ് ആ ഒരു സൂപ്പർ മോട്ടോയിൽ വാഹനം കൂടുതൽ എബിലിറ്റി, അതിൻ്റെ കൂടുതൽ പവർ, അതിൻ്റെ എന്താണ് അതിൻ്റെ മോഡ് എന്ന് വെച്ചാൽ അത് കാണിച്ചു തരുന്നത്. പിന്നെ ഡുവൽ ചാനൽ ABS, കോർണർ ABS, അങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ, ഈ ഒരു 3,37,000 രൂപ ഈ ഒരു വാഹനത്തിൽ ഇതിനു വേണ്ടി ഫീച്ചേഴ്സാണ് TVS കുത്തി നിറച്ചിട്ടുള്ളത്. അപ്പം ഈ ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ്സിൽ അടുത്ത വാഹനങ്ങളൊക്കെ നോക്കിയാൽ ഇത്രയും ഫീച്ചേഴ്സിന് നമുക്ക് ഈ ഒരു വാഹനങ്ങളും കിട്ടാൻ സാധ്യതയില്ല. കോർണറിങ് ABS എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു വാഹനത്തിന് വേണോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട്. പക്ഷേ അതുവരെ TVS നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. കോർണർ ABS എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ വാഹനം ഓരോ സ്പീഡിൽ ഓടിച്ചു വരുമ്പോൾ കോർണർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോർണർ ചെയ്യാൻ എത്ര സ്പീഡാണോ ഈ ഒരു വാഹനത്തിന് ആവശ്യമുള്ളത് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സെൻസർ ഉപയോഗിച്ച് ഈ ഒരു വാഹനം കൺട്രോൾ ചെയ്ത് ആ ഒരു സ്പീഡിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് കോർണറിങ് ABS എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയ്ക്കും നമ്മുടെ ഒരു ഇന്ത്യൻ വാഹനം അത്രയ്ക്കും എബിലിറ്റി കാണിച്ച് എത്രയും ഫീച്ചേഴ്സ് കുത്തി നിറച്ചുകൊണ്ട് TVS എത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരൻ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്.
നമുക്ക് തീർച്ചയായിട്ടും ഒരു റോഡിൻ്റെ കിങ് തന്നെ ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം. അത്രയ്ക്കും നമ്മളൊരു ഫസ്റ്റ് ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അത്രയും റിഫൈൻഡ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ. അതുപോലെ ഇത്രയും ഫ്യൂച്ചറും ഈ ഒരു ഞാൻ പറഞ്ഞില്ല മിച്ചലിൻ്റെ ടയറും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ആണ് തരുന്നത്. കാരണം ഡുവൽ ചാനൽ ABS ആണ്, കോർണർ ABS ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഓഫ് റോഡ് എബിലിറ്റിയുള്ള ടയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ഇത്രയും ഇതൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു തിരക്കിലായാലും ഈ ഒരു വാഹനം എടുത്തുകൊണ്ട് പോകാൻ അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരിക്കും, ഓടിച്ചുകൊണ്ട് പോകാൻ അത്രയ്ക്കും കോൺഫിഡൻസ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട്. എന്തുകൂടെ ഇത് വലിച്ചോണ്ട് പോകുന്ന വണ്ടി കൈകൊടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഈ റോഡിൽ. ഗായ്സ്, വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മളെ വലിച്ചോണ്ട് പോകത്തില്ലേ, നമ്മൾ ആക്സിഡന്റ് കൊടുത്ത സാധനം അത് പറക്കുകയാണ് ഗായ്സ്. അത് ആ ഒരു രീതിയിലാണ് വാഹനം വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫണ്ണൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പക്ക സ്ട്രീറ്റ് ബൈക്ക്. നിങ്ങൾക്ക് നമ്മളെ ഈ ടൗണിലൂടെയൊക്കെ പോകുമ്പം നല്ല ഫണ്ണായിട്ട് വണ്ടിയിലൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഒരു സ്റ്റൺ ബൈക്ക് തന്നെയാണ് ഈ ഒരു TVSൻ്റെ RTR 310. അപ്പം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു വാഹനം ഇഷ്ടപ്പെടും. വൈബ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ടോപ്പ് സ്പീഡിലോട്ടൊക്കെ വരുമ്പോൾ ആ ഒരു ഫീല് ചെറിയൊരു രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് വാഹനത്തിൽ നിന്ന്. പക്ഷേ അത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പം അതൊക്കെ തള്ളിക്കളയാവുന്നതാണ്. അപ്പം സിറ്റി റൈഡിലൊക്കെ വലിയ ഫണ്ണായിട്ട് അത്യാവശ്യം നമുക്ക് ഫൺ ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു സ്ട്രീറ്റ് സ്റ്റണ്ട് ബൈക്ക് തന്നെയാണ് RTR 310. കാരണം നമുക്ക് ഒരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് പോവുക, പെട്ടെന്ന് കയറി പോവുക, ആ രീതിയിലുള്ളതൊക്കെ അതിന് പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയാണ് RTR 310ൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.